ചില സാഹചര്യങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ, നമ്മളെ കടത്തിവിടുന്ന മേഖലകളിൽ ദൈവം നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ നാം അവഗണിച്ച് കളയുന്നവരാകരുത്. നാം അതിനെ തിരിച്ചറിയുന്നവരായിരിക്കണം. 1 കൊരിന്ത്യർ 10:12-13 വാക്യങ്ങൾ ദയവായിട്ട് വായിക്കാമോ? ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നിൽക്കുന്നെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ. 13 വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. God is faithful. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാകും. പറയാതിരിക്കരുത്, ദൈവം വിശ്വസ്തൻ. God is faithful. Again, repeat again and again and again. നിങ്ങൾ പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ, God is faithful. ദൈവം വിശ്വസ്തനാണ്. കാർമേഘങ്ങൾ വന്നാലും ദൈവം വിശ്വസ്തനാണ്. പ്രതിസന്ധികൾ വന്നാലും ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പകലിൽ ബ്രദർ ഇമ്മാനുവൽ പാടിയതുപോലെ സമുദ്രങ്ങൾ എൻ്റെ മേളിൽ ഉയർന്നാലും അതിൻ്റെ നടുവിലും എന്നെ നടത്താൻ കഴിവുള്ള വിശ്വസ്തനായവനാണ് എൻ്റെ കർത്താവ്. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അതിൻ്റെ പോക്കുവഴിയും ദൈവം ഉണ്ടാക്കും. നമ്മൾ പാടുന്ന ഒരു പാട്ടാ, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം അവൻ എനിക്കായി കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തിനെന്ന് ചോദിക്കത്തില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കാണെന്ന് ഞാൻ അറിയുവായല്ല. ദൈവമക്കളെ, ഈ വാക്യം വിട്ടുപോവല്ലാകത്തെന്ന് നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായ പ്രതിസന്ധിയിൽ കർത്താവ് നിങ്ങളെ വിടത്തില്ല. ദൈവം വിശ്വസ്തനാ. God is faithful. നിങ്ങൾക്കറിയാം, പത്രോസ് കടലിന്റെ മേളിലൂടെ നടക്കുന്ന സമയത്ത് അവൻ ആ വെള്ളത്തിലേക്ക് അങ്ങ് താണുപോയി. അവിശ്വസിച്ചു, സംശയിച്ചു, കർത്താവിന്റെ മുഖത്തുനിന്ന് കണ്ണെടുത്തു. ദൈവം അങ്ങ് കളയുമല്ല പത്രോസിനെ, തന്റെ കൈ നീട്ടി ആഴത്തിൽ നിന്ന് അവനെ വലിച്ചെടുക്കുക. നിങ്ങൾ എത്ര ആഴത്തിലേക്ക് പോയോ അത്രയും ദൂരത്തിലേക്ക് അവന്റെ കൈ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധിയിലേക്ക് പോയോ അത്രയും ഡിസ്റ്റൻസിൽ കർത്താവ് നിങ്ങളെ കടന്നു വന്ന് പിടിച്ചെടുക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ പോലെ പിറുപിറുക്കരുത് പ്ലീസ്. വിശുദ്ധാത്മാവ് ഇന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടോണ്ടിരിക്കുന്ന കുടുംബങ്ങളോട്, വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ സംസാരിക്കുന്നു. തിരുവഴുത്തിലൂടെ ആ വചനം വിശ്വസിക്കുന്നവരോട് ദൈവം ഇടപെടുന്നു. വിശ്വസ്തനായ ദൈവം നിങ്ങളുടെ സകല വിഷയത്തിനും പരിഹാരം നൽകും. വിശ്വസ്തനായ ദൈവം നിങ്ങൾ കടന്നു പോകുന്ന സകല വിഷയങ്ങൾക്ക് പോക്കുവഴികൾ ഉണ്ടാക്കും. ദൈവത്തിന്റെ കയ്യിൽ സൊല്യൂഷൻസ് ഉണ്ട്. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. മാറ കുടിക്കുന്ന വെള്ളം കൈപ്പാകുമ്പോഴും അതിനെ മധുരമാക്കാനുള്ള പരിഹാരം എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. ആമീൻ. പാറയ്ക്കകത്ത്, തീക്കൽ പാറയ്ക്കകത്ത്, വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളം കൊണ്ടുവരുവാനുള്ള പരിഹാരം കർത്താവിൻ്റെ കയ്യിലുണ്ട്. മുൻപോട്ട് പോകാൻ കഴിയാത്ത ചെങ്കടലിന്റെ മുൻപിൽ വഴികൾ തുറന്ന് നിന്നെ മുന്നോട്ട് നയിക്കാനുള്ള പരിഹാരം എൻ്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. ആമീൻ. നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഇരുമ്പ് കോടാലി വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് തിരിച്ച് കൈകളിൽ ഏൽപ്പിക്കാനുള്ള പരിഹാരം എൻ്റെ ദൈവത്തിന്റെ